ഹായ് സ്റ്റുഡൻസ്, നമുക്കൊന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റായിട്ടുള്ള ലോഡ്സ് ഓഫ് ലവ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ആദ്യ പാഠഭാഗമായിട്ടുള്ള ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് സ്നേഹത്തെക്കുറിച്ച്, നമ്മൾ സ്നേഹം നൽകിയാൽ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ തിരിച്ചു കിട്ടുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഭാഗമാണ് ഇതിൽ പരാമർശിക്കുന്നത്. നമുക്ക് പാഠത്തിൻ്റെ കോറായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം. യുവർ എക്സ്പീരിയൻസ്, ഇതിവിടെ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ പോർട്രേറ്റ്, ഛായാചിത്രം എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീയുടെ ഛായാചിത്രം. ഇത് പറയുന്നത് എഴുത്തുകാരൻ സ്വന്തം ഗ്രാൻഡ് മദറിനെ കുറിച്ച് തന്നെയാണ് ഇതിൽ പരാമർശിക്കുന്നത്. ഏതായാലും അത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹൗ യുവർ എക്സ്പീരിയൻസ് ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ്? Did any aspect of their personality influence you? Do you fondly remember them even after parting with them? Here, you have wonderful memory of an old woman who led a quiet life of piety and serenity. Read on. ഇവിടെ നിങ്ങൾ പാരൻസിനെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ അവർ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ വ്യക്തിപരമായിട്ട്? അവർ വിട്ടുപോയ ശേഷം അവരുടെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളിലുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുള്ളത്. ഖുശ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മുടെ ഈ ഒരു പോർട്രേറ്റ് ഓഫ് ലേഡി എന്ന് പറയുന്ന പാഠം ഒരു ചെറുകഥാ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്, പൊളിറ്റീഷ്യനാണ്, ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ തമാശ കലർന്ന പ്രയോഗങ്ങൾ വളരെയധികം ഇന്ത്യൻ സാഹിത്യത്തെ രസിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് വളരെയധികം കാലം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകളൊക്കെ വളരെയധികം ഫേമസ് ആണ്. ചെറുകഥ വളരെ രസകരമായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എവരെയും ചിരിപ്പിച്ചിട്ടുള്ള ചെറുകഥയാണ് കർമ്മ എന്ന് പറയുന്നൊരു ചെറുകഥ. അത് പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇംഗ്ലീഷുകാരോടുള്ള വിധേയത്വം ഇന്ത്യക്കാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ചെറിയ നോവലുണ്ട്. അതും ഒരു ഹിസ്റ്ററിക്കൽ നോവലാണ്, വായിക്കാൻ പറ്റാവുന്ന നോവലാണ്. ഏതായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കഥയിലേക്കൊന്ന് പോകാം. മൈ ഗ്രാൻഡ് മദർ, ലൈക്ക് എവരിബഡീസ് ഗ്രാൻഡ് മദർ വാസ് ആൻ ഓൾഡ് വുമൺ. ഷി ഹാഡ് ബീൻ ഓൾഡ് ആൻഡ് റിങ്കിൾഡ് ഫോർ ദ 20 years that I had known her. എൻ്റെ അമ്മ, എൻ്റെ ഗ്രാൻഡ്മ, എൻ്റെ മുത്തശ്ശി മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു. ഒരു വയസ്സായ സ്ത്രീയായിരുന്നു. മുത്തശ്ശി എന്ന് പറയുമ്പോൾ തന്നെ വയസ്സായ ആൾ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അപ്പോൾ പക്ഷേ എനിക്ക് പരിചയമുള്ള 20 വർഷത്തോളം അവരെ ഞാൻ കാണുന്ന എന്താണ്, ഈ റിങ്കിൾഡ് എന്ന ചുളിവ് വീണ ഒരു ശരീര ഭംഗിയുള്ള സ്ത്രീയായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. ശരീരത്തിലേക്ക് ചുളിവ് വീണിട്ടുണ്ട്. People said that she had once been young and pretty and had a husband, but that was hard to believe. എന്നോട് കുട്ടിക്കാലത്ത് ആൾ പറഞ്ഞത് അവരിങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ഭംഗിയുള്ള സ്ത്രീയായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. My grandfather's portrait hung above the mantelpiece in the drawing room. He wore a book turban and loose-fitting clothes. His long white beard covered the best part of his chest, and he looked at least 100 years old. ഞാൻ കാണുന്ന അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന എൻ്റെ മുത്തശ്ശൻ ഞാൻ കാണുന്നത് എവിടെയാണ്, അവർ ചുമർചിത്രമായിട്ട് തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. ഡ്രോയിങ് റൂം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വീകരണ മുറിയാണ്. അങ്ങനെ അദ്ദേഹം ധരിച്ചത് ടർബൻ, തലയിക്കെട്ടാണ്. നല്ല ഒരു തലയിക്കെട്ട് ധരിച്ചിരുന്നു. പിന്നെ ലൂസുള്ള വസ്ത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീണ്ട താടികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ചെസ്റ്റ് വരെ തൂങ്ങിക്കിടന്നിരുന്ന താടികൾ. സിഖുകാരാണ്, സിഖുകാരുടെ ഒരു വേഷം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പക്ഷേ എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ ഒരു 100 വയസ്സുള്ള ആളെ കാണുന്ന പോലെയാണ് കണ്ടിരുന്നത്. He did not look the sort of person who would have a wife or children. He looked as if he could only have lots and lots of grandchildren. As for my grandmother, being young and pretty, the thought was almost revolting. അപ്പോൾ അദ്ദേഹത്തിന് കണ്ട മക്കളുണ്ടാകും തോന്നിയിരുന്നില്ല, പകരം പേരമക്കൾ മാത്രമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയാൾ എന്നാണ് തോന്നിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വയസ്സാവുന്ന ചിത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഇയാൾ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നോ, മക്കളതിലുണ്ടല്ലോ, പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു എന്നിലുണ്ടായിരുന്നത്. ഷി ഓഫൻ ടോൾഡ് us, കാരണം അമ്മയാണെങ്കിലോ മുത്തശ്ശിയാണെങ്കിൽ പ്രച്ചിയാണ്. She often told us of the games she used to play as a child. That seemed quite absurd and undignified on her part, and we treated it like fables of the prophets she used to tell us. പലപ്പോഴും
മുത്തശ്ശി ഒരേ കഥകൾ തന്നെ ഞങ്ങളോട് പലപ്പോഴും പറയും. ഞങ്ങളതൊരു പ്രവാചക കഥകൾ കേൾക്കുന്ന പോലെയാണ് അതൊക്കെ കേട്ടിരുന്നത്. She had always been short and fat and slightly bent. Her face was crisscross of wrinkles running from everywhere to everywhere. No, we were certain she had always been as we had known her. അങ്ങനെ ഞാൻ കാണുന്ന കാഴ്ചയിൽ തന്നെ കാണുന്ന കാലത്തെ അവരെന്താണ് ചുളിവ് വീണ ശരീരമുള്ള സ്ത്രീയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെയോ കുറച്ച് ചെറിയ ഉയരമില്ലാത്ത സ്ത്രീയാണ്, തടിയുള്ള സ്ത്രീയാണ്. സ്ലൈറ്റ്ലി ബെൻഡ്, ഇത് ബോഡി ഫീച്ചർ പറയുകയാണ് സ്ത്രീയുടെ. സ്ലൈറ്റ്ലി ബെൻഡ്, കുറച്ച് മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന, ആ വയസ്സാകുമ്പോൾ മുന്നോട്ട് കുഞ്ഞു നിൽക്കുന്ന രീതിയാണ് നടത്തമൊക്കെ. Certain she had always been as we had known her. Old, so terribly old that she could not have grown older and had stayed at the same age for 20 years. She could never been pretty, but she was always beautiful. അപ്പോൾ ഞാൻ കാണുന്ന കാലത്തെ ഈ രൂപമായതുകൊണ്ട് എൻ്റെ ധാരണയിൽ അവൾക്ക് ഈ നല്ല പ്രായമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്താണ്, എപ്പോഴും ഇതേപോലെ തന്നെ ഒരു സ്ത്രീയായിട്ടായിരിക്കും അവൾ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു എൻ്റെ അവരെക്കുറിച്ചുള്ള ധാരണ എന്നാണ് പറയുന്നത്. She hobbled about the house in spotless white with one hand resting on her waist to balance her stoop and the other chilling the beads of her rosary. അപ്പോൾ അവൾ വീട്ടിൽ നടന്നിരുന്ന എങ്ങനെയായിരുന്നു, ഒരു ഹോബിൾഡ് അബൌട്ട്, ഇങ്ങനെ വേച്ച് നടക്കുകയാണ്. വീട്ടിൽ വയസ്സായ ആളാണല്ലോ, അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ വേച്ച് നടന്നിരുന്നു. പിന്നെ ഒരു കൈ എപ്പോഴും തൻ്റെ ഈ ഊരഭാഗത്ത്, തൻ്റെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് കുത്തിയിട്ടായിരുന്നു നടന്നിരുന്നത്, അതിന് താങ്ങ് കൊടുത്തിട്ടായിരുന്നു നടന്നിരുന്നത്. പിന്നെ മുന്നോട്ടാഞ്ഞ് നടന്നിരുന്നു. അതേ സമയത്ത് അപ്പോഴൊക്കെ അവരുടെ കയ്യിലെന്തുണ്ടായിരുന്നു, റോസറി, ഈ ജപമാല ഉണ്ടായിരുന്നു. അതിലിങ്ങനെ അതിൻ്റെ മുത്തുകൾ, അതിൻ്റെ ഓരോ മുത്തുകളിങ്ങനെ കൈകൊണ്ടിങ്ങനെ മറിച്ച് എന്തൊക്കെയോ ജപമാലയിൽ എന്തൊക്കെയോ ചൊല്ലിയിട്ടാണ് അവളിങ്ങനെ നടന്നിരുന്നത് എന്നാണ് പറയുന്നത്. സിൽവർ ലോക്സ് വർ സ്കാറ്റഡ് ആൻഡ് ടെയിൽ ഓവർ ഹർ പെയിൽ പക്കേഡ് ഫേസ്. പിന്നെ ആ നീണ്ട മുടികൾ, സിൽവർ ലോക്സ് എന്ന് പറഞ്ഞു, ലോക്ക് ഉദ്ദേശിക്കുന്ന ഇവിടെ ആ ചുരുണ്ട മുടികളാണ്. അവ നെറ്റിയിലേക്ക് ഊഴ്ന്നിരുന്നിരുന്നു, എന്താ വെള്ളമുടികൾ അല്ലേ. പിന്നെ അവളുടെ ചുണ്ടുകൾ എന്തായിരുന്നു, എപ്പോഴും ഇനോഡിബിൾ പ്രയേഴ്സ്, ഇനോഡിബിൾ പ്രയർ, പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ പ്രാർത്ഥന നാമം ജപിച്ചുകൊണ്ടുള്ള ചുണ്ടുകൾ. ഷി വാസ് ബ്യൂട്ടിഫുൾ. ഷി വാസ് ലൈക്ക് ദ വിൻ്റർ ലാൻഡ്സ്കേപ്പ് ഇൻ ദ മൗണ്ടെയിൻസ്. വിൻ്റർ വരുമ്പോൾ മൗണ്ടെയിനൊക്കെ എന്താവും, ഒന്നുകൂടി പച്ച പിടിക്കും അല്ലേ. അതുപോലെയുള്ള അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. An expanse of pure white serenity, breathing peace and contentment. എപ്പോഴും സമാധാനം കാക്ഷിച്ചിരുന്ന, സമാധാനം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ മുത്തശ്ശി. ഇനി ഇതുവരെ മുത്തശ്ശിയെക്കുറിച്ച് പറയണം. ഇനി ഈ മുത്തശ്ശിയും ഇയാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. മൈ ഗ്രാൻഡ് മാ ആൻഡ് ഐ വർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ രണ്ടുപേരും എന്തായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മൈ പാരൻസ് ലെഫ്റ്റ് മീ വിത്ത് ഹർ വെൻ ദേ വെൻറ്റ് ടു ലിവ് ഇൻ ദ സിറ്റി ആൻഡ് വി വർ കോൺസ്റ്റൻ്റ്ലി ടുഗെദർ. അങ്ങനെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മമാർ പുറത്ത് ജോലി ചെയ്തിരുന്ന ആളായതുകൊണ്ട്, സിറ്റിയിലായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ഷീ യൂസ്ഡ് ടു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്സ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് എന്നെ പറഞ്ഞു വെച്ചിരുന്നത്, എന്നെ എണീൽപ്പിച്ചിരുന്നത്, എൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നിരുന്ന ആരായിരുന്നു, എൻ്റെ മുത്തശ്ശിയായിരുന്നു. ഷീ സെഡ് ഹർ മോർണിംഗ് പ്രയർ ഇൻ ദ മോണോട്ടണസ് സോങ് വെൽ വൈൽ ഷീ ബേത്ഡ് ആൻഡ് ഡ്രസ്ഡ് മീ. എന്നെ കുളിപ്പിച്ചിരുന്നതും ഡ്രസ്സ് മാറ്റിയിരുന്നൊക്കെ അവളാണ്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ടോണിലെ ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു. The hope that I would listen and get to know by heart. I listened because I loved her voice but never bothered to learn it. അപ്പോഴൊക്കെ അവൾ ആ പാട്ട് വെച്ചതിൽ പാടിയിരുന്നത് ഞാൻ കേൾക്കാനും പഠിക്കാനും വേണ്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ആ പാട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ കാണാതെ പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്നാണ് കുട്ടി ഖുഷ്വന്ത് സിംഗ് പറയുന്നത്. Then she would fetch my wooden slate which she had already washed and plastered with yellow chalk. A tiny earthen ink pot and a red pen, tie them all in a bundle and hand to me. പിന്നെ എല്ലാം ഒരുക്കി വെച്ചിരുന്ന പാത്രങ്ങളും അല്ലേ, എല്ലാം, പിന്നെ ചോക്ക്, യെല്ലോ ചോക്ക്, ടൈനി എർത്തൻ ഇങ്ക് പോട്ട് എന്നൊക്കെ മഷി ഇങ്ങനെ പോട്ടിൽ കൊണ്ടുപോവുകയാണ്. അതെല്ലാം എനിക്ക് വേണ്ടി, അത് എർത്തനാണ്, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മഷി കുപ്പിയാണ്. പിന്നെ ചുവന്ന പേന, ഇതൊക്കെ എന്നെ ഏൽപ്പിക്കും അമ്മ. ടൈ ദം ഓൾ ഇൻ ദ ബണ്ടിൽ, അതൊക്കെ എല്ലാം ഒരു ബണ്ടിൽ കെട്ടിയിട്ട് എന്നെ ഏൽപ്പിക്കും. After a breakfast of a thick stale chapati with a little butter and sugar spread on it. പിന്നെ ചപ്പാത്തിയാണ് മിക്കവാറും ഉണ്ടാക്കുക. ഈ സിക്കുകാരൊക്കെ മിക്കവാറും അതാണ് ഉപയോഗിക്കാറ്, ഗോതമ്പാണ്. സ്പ്രെഡ് ഓൺ ഇറ്റ്, അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര വിതറിയ ബട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി. വി വെൻറ്റ് ടു സ്കൂൾ. അങ്ങനെ എൻ്റെ കൈ പിടിച്ചവൾ സ്കൂളിലേക്ക് നടക്കും. ഷീ ക്യാരിഡ് സെവറൽ സ്റ്റൈൽ ചപ്പാത്തീസ് വിത്ത് ദ വില്ലേജ് ഡോഗ്സ്. അവിടെ ആ നടന്നു പോകുന്ന വഴിയിലൊക്കെ പഴയ ചപ്പാത്തികളുടെ കഷ്ണങ്ങൾ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയാ, പോകുന്ന വഴിയിലുള്ള നായകൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി അവൾ കയ്യിലെടുക്കും. My grandmother always went to school with me because the school was attached to the temple. എപ്പോഴും
എന്നെയും കൊണ്ടാണ് അമ്മ എൻ്റെ മുത്തശ്ശി സ്കൂളിലേക്ക് പോകാറുള്ളത്. എന്തിനാ? ആ സ്കൂളിൻ്റെ അടുത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? അമ്പലം ഉണ്ടായിരുന്നത്. ദ പ്രീസ്റ്റ് ടോട്ട് us the alphabet and the morning prayer. അവിടെ വെച്ചിട്ട് അവിടുത്തെ പിന്നെ പൂജാരി എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, ആൽഫബറ്റും പിന്നെ പ്രഭാത പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കും. whilst the children sat in rows on either side of the veranda singing alphabet or prayer in a chorus, my grandmother sat inside റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. എന്നെ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മ എന്തായിരിക്കും, മുത്തശ്ശി എന്തായിരിക്കും, അകത്ത് പോയിട്ട് പ്രാർത്ഥനയിൽ മുഴുകുമെന്നാണ് പറഞ്ഞത്. വെൻ വി ഹാഡ് ബോത്ത് ഫിനിഷ്ഡ് വി വുഡ് വാക്ക് ബാക്ക് ടുഗദർ. അങ്ങനെ അമ്മയുടെ മുത്തശ്ശിയുടെ പ്രാർത്ഥനയും എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരും. ദിസ് ടൈം ദ വില്ലേജ് ഡോഗ്സ് വുഡ് മീറ്റ് us at the temple door. ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്ന ആ നായകൾ ഞങ്ങൾ കാത്തോടെ നിൽക്കുന്നുണ്ടാവും. They followed us to our home, growling and fighting with each other for the chapatis we threw to them. പിന്നെ ഞങ്ങൾ കൊടുത്തിരുന്ന ചപ്പാത്തി കടിച്ചു വലിച്ച് ഞങ്ങളോട് കൂടെ ഒരു പ്രത്യേക മുരൾച്ചയൊക്കെ ഉണ്ടാക്കി ശണ്ട കൂടി പിന്നെ എല്ലാ നായകളും ഞങ്ങളെ വീട് വരെ പിന്തുടരും. When my parents were comfortably settled in the city, they sent for us. That was a turning point in our friendship. Although we shared the same room, my grandmother no longer came to school with me. I used to go to an English school in a motor bus. There were no roads in the streets and she took to feeding sparrows in the courtyard of our city house. അങ്ങനെ പെട്ടെന്നാണ് മറ്റൊരു മാറ്റം ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. എന്തായിരുന്നത്? എൻ്റെ പിന്നെ പാരൻസ് സിറ്റിയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം അവർ നേരത്തെ അവിടെ ജോലിക്ക് പോയിരുന്നു. അന്ന് ഞാനും മുത്തശ്ശി മാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ അവരിപ്പോൾ സിറ്റിയിൽ സെറ്റിലായിട്ടുള്ള വീടൊക്കെ എടുത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങളെ അവരങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അതിൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റായി മാറിയെന്നാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നു? ഞങ്ങൾ ഒരേ റൂമിലായിരുന്നെങ്കിൽ പോലും എന്നെ സ്കൂളിൽ കൊണ്ടാക്കാറ് ഇപ്പോൾ അമ്മൂമ്മയായിരുന്നില്ല, പകരം ഞാൻ സ്കൂൾ ബസ്സിലായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്. അങ്ങനെ ബസ്സിലായിരുന്നു. ദർ വർ നോ ഡോഗ്സ്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തുണ്ടായിരുന്നില്ല? ഡോഗ്സ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം എന്തായിരുന്നു? took to feeding sparrows in the courtyard of our city house. അവർ ആ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം പിന്നെ മുത്തശ്ശി ഭക്ഷണം കൊടുത്തിരുന്ന ആർക്കായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന സ്പാരോസ്, കുരുവികൾ ഇഷ്ടം പോലെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ കുരുവികൾക്കായിരുന്നു അമ്മൂമ്മ എന്തായിരുന്നിരുന്ന് ഭക്ഷണം കൊടുത്തിരുന്നത്. As the years rolled by, we saw less of each other. For some time she continued to wake me up and get me ready for school. അങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധങ്ങളുടെ അകലം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പലപ്പോഴും കാണുന്നത് പോലും കുറവായിരുന്നു. കാര്യമായിട്ട് കാണാറപ്പോഴാണ് രാവിലെ എന്നെ എണീൽപ്പിക്കുന്ന സമയത്തും എന്നെ സ്കൂളിന് വേണ്ടി എന്നെ തയ്യാറാക്കുന്ന സമയത്തും മാത്രമാണ് പലപ്പോഴും ഞങ്ങൾ കണ്ടിരുന്നത്. When I came back, she would ask me what the teacher had taught me. I would tell her English words and little things of Western science and learnings, the law of gravity, Archimedes principle, and the word being round, etc. This made her unhappy. അങ്ങനെ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവർ എന്നോട് ചോദിക്കുമായിരുന്നു എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങളെന്ന്. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയും, കുറേ ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞു കൊടുക്കും. പിന്നെ പിന്നെ സയൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെയോ ഗ്രാവിറ്റിയെക്കുറിച്ച് പറയും. ദ ലോ ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലമാണ്, അതിനെക്കുറിച്ച് പറയും. പിന്നെ ആർക്കിമിഡസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡസിൻ്റെ തത്വത്തെക്കുറിച്ച് പറയും. പിന്നെ ദ വേൾഡ് ബീങ് റൗണ്ട്, അപ്പോൾ ലോകം ഉരുണ്ടതാണെന്നതിനെക്കുറിച്ച്. ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും, ലോകത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും സ്കൂളിൽ നിന്ന് കേട്ട വിവരങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയും. ദിസ് മേഡ് ഹർ അൺഹാപ്പി. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അവൾ എന്ത് ചെയ്തില്ല, സന്തോഷിപ്പിച്ചില്ല. She could not help me with my lessons. She did not believe in the things that taught at the English school and was distressed that there was no teaching about God and the scriptures. അതുകൊണ്ടായിരുന്നു അവൾ സന്തോഷമില്ലാത്ത. എന്താ കാര്യം? അവളുടെ ധാരണയിൽ സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പകരം എന്താണ്? ഇറ്റ് വാസ് ഡിസ്ട്രസ്ഡ്. അവളെ മനോവിഷമുണ്ടാക്കിയൊരു കാര്യം എന്തായിരുന്നു? നോട്ട് ടീച്ചിങ് അബൌട്ട് ഗോഡ്. സ്കൂളിൽ എന്തുണ്ടായിരുന്നില്ല? ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്, മതഗ്രന്ഥങ്ങളെക്കുറിച്ചും അവിടെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വൺ ഡേ അനൗൺസ്ഡ് ദാറ്റ് വി വർ ബീങ് ഗിവൺ മ്യൂസിക് ലെസൺസ്. ഷി വാസ് വെരി ഡിസ്റ്റർബ്ഡ്. ഒരിക്കൽ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളെ മ്യൂസിക് പഠിപ്പിച്ചിരുന്നു എന്ന്. അപ്പോൾ അത് അവൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി. ടു ഹർ മ്യൂസിക് ഹാഡ് ലൗഡ് അസോസിയേഷൻ. ഇറ്റ് വാസ് ദ monopoly of harlots and beggars and not meant for gentlefolk. ഈ അന്ന് കാലത്തൊക്കെ പിന്നെ മ്യൂസിക് എന്ന് പറയുന്നതാണ് ഈ പാട്ട് പാടിയിട്ട് ഭിക്ഷയാചിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കാവുന്ന, അവർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു മ്യൂസിക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു താഴ്ന്ന പിന്നെ ജോലിയാണെന്ന്, അല്ലെങ്കിൽ താഴ്ന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മോശമായ വശമാണെന്ന് വിചാരിച്ചിരുന്നു ആര്? അമ്മൂമ്മ.
അപ്പോൾ മ്യൂസിക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടതല്ല, നമുക്ക് ഉന്നത കുലങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കേണ്ടതല്ല അത് എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. മൊണോപ്ലി ഓഫ് ഹാർലറ്റ്സ് ആൻഡ് ബഗേഴ്സ്, കാരണം ഹാർലറ്റ്സിൻ്റെയും ചീത്ത സ്ത്രീകളുടെയും അതുപോലെ ബഗേഴ്സിൻ്റെയൊക്കെയാണ് ജെൻറ്റിൽ ഫോക്ക് അല്ലേ, അവർക്കൊക്കെയാണ് മ്യൂസിക്, മനുഷ്യർക്ക് നമുക്ക് നമ്മളെ പോലത്തെ ആളുകൾക്ക് പറ്റിയതല്ല എന്ന ചിന്താഗതി ഉണ്ടായിരുന്നു അവൾക്ക്. ഷി സെഡ് നത്തിങ്, പക്ഷെ അതൊന്നും അവർ പുറത്ത് പറഞ്ഞില്ല. ബട്ട് സൈലൻസ് മെൻ ഡിസപ്രൂവൽ, ഷി റയർലി ടോക്ക്ഡ് ടു മീ ആഫ്റ്റർ ദാറ്റ്. പലപ്പോഴും അവരുടെ ഡിസപ്രൂവൽ കാണിച്ചിരുന്ന അവരുടെ സൈലൻസ് ആയിരുന്നു, നിശബ്ദത കൊണ്ട് അവൾ എല്ലാം പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും എന്നോട് പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോലും വരാതെയായി. വെൻ ഐ വെൻറ്റ് അപ്പ് ടു യൂണിവേഴ്സിറ്റി ഐ വാസ് ഗിവൺ എ റൂം ഓഫ് മൈ ഓൺ. അങ്ങനെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കോളേജ് തലത്തിലെത്തിയപ്പോൾ, യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ എനിക്ക് എൻ്റേതായ റൂമുണ്ടായിരുന്നു. ദ കോമൺ ലിങ്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വാസ് സ്നാപ്ഡ്. മൈ ഗ്രാൻഡ് മദർ ആക്സെപ്റ്റഡ് ഹർ സെക്ലൂഷൻ വിത്ത് റെസിഗ്നേഷൻ. ഷി റയർലി ലെഫ്റ്റ് ഹർ സ്പിന്നിങ് വീൽ ടു ടോക്ക് ടു എനി വൺ. ഫ്രം സൺറൈസ് ടു സൺസെറ്റ് ഷി സാറ്റ് ബൈ ഹർ വീൽ സ്പിന്നിങ് ആൻഡ് റെസൈറ്റിംഗ് പ്രേയേഴ്സ്. പിന്നെ എൻ്റെ വേർപാട്, ഞാൻ കോളേജ് തലത്തിലേക്ക് പോയപ്പോൾ റൂമുകൾ മാറേണ്ടി വന്നപ്പോൾ അമ്മൂമ്മ ഒറ്റക്കായി എന്നുള്ള തോന്നൽ വളരെയധികം നിരാശയാക്കിയിരുന്നു എന്നുള്ളതാണ്. ഷീ റയർലി ലെഫ്റ്റ് ഹർ സ്പിന്നിങ് വീൽ. അവൾ ആ നൂൽ നൂച്ചിരുന്ന സ്പിന്നിങ് വീൽ മിക്കപ്പോഴും സമയം ചെലവഴിച്ചു, അധികം ആരോടും സംസാരിക്കാതെയായി. പിന്നെയോ ഫ്രം സൺറൈസ് ടു സൺസെറ്റ്, സൂര്യോദയം മുതൽ അസ്തമയം വരെ ഷീ സാറ്റ് ബൈ ഹർ വീൽ സ്പിന്നിങ് ആൻഡ് റെസൈറ്റിംഗ് പ്രേയേഴ്സ്. അവിടെ മാത്രം അവൾ ഒതുങ്ങിക്കൂടി, ആ സ്പിന്നിങ് വീലിൻ്റെ അടുത്ത് ഒതുങ്ങിക്കൂടുകയും സ്വയം ഇങ്ങനെ നൂൽ നിൽക്കുകയും അതുപോലെ റിസൈറ്റിംഗ് പ്രേയേഴ്സ്, പിന്നെന്തായിരുന്നു, പ്രാർത്ഥനകൾ ചൊല്ലി ഇരിക്കുകയും ചെയ്തു എന്നുള്ള. ഓൺലി ഇൻ ദ ആഫ്റ്റർനൂൺ ഷീ റിലാക്സ്ഡ് ഫോർ എ വൈൽ ടു ഫീഡ് ദ സ്പാരോസ്. എല്ലാ വൈകുന്നേരങ്ങളും മാത്രം അവരെന്ത് ചെയ്യും, ഈ സ്പാരോസിനെ, ഈ കുരുവികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം എണീക്കും. വൈൽ ഷീ സാറ്റ് ഇൻ ദ വരാന്ത ബ്രേക്കിംഗ് ദ ബ്രെഡ് ഇൻ ടു ബിറ്റ്സ്. ഹൺഡ്രഡ്സ് ഓഫ് ലിറ്റിൽ ബേർഡ്സ് കളക്റ്റഡ് അറൗണ്ട് ഹർ ക്രിയേറ്റിംഗ് എ വെരിറ്റബിൾ ബെറ്റ്ലാം ഓഫ് ചിറപ്പിങ്സ്. അങ്ങനെ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറ്റത്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു കൂട്ടം പക്ഷികൾ വന്നിട്ട് അത് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ അവ ശബ്ദം ഉണ്ടാക്കി തിന്നു പോകുമായിരുന്നു. സം കെയിം ആൻഡ് പേർച്ച്ഡ് ഓൺ ഹർ ലെഗ്സ്. ചില കുരുവികൾ വന്നിട്ട് അവളുടെ കാൽ വന്നിരിക്കും. അതേഴ്സ് ഓൺ ഹർ ഷോൾഡേഴ്സ്. മറ്റു ചിലത് അവരുടെ ഷോൾഡറിൽ വന്നിരിക്കും, ചുമലിൽ വന്നിരിക്കും. സം ഈവൻ സാറ്റ് ഓൺ ഹർ ഹെഡ്. ചിലത് വന്നിരിക്കുന്നവിടെയാണ് അവളുടെ തലക്ക് മുകളിലാണ്. ഷി സ്മൈൽ ബട്ട് നെവർ ഷൂഡ് ദം അവേ. പക്ഷെ ഒരിക്കലും ഷൂ എന്ന ശബ്ദം കൊണ്ട് അവയെ ആട്ടിപ്പറഞ്ഞയച്ചില്ല ആര്, മുത്തശ്ശി. ഷി യൂസ്ഡ് ടു ബി ദ ഹാപ്പിയസ്റ്റ് അവർ ഓഫ് ദ ഡേ ഫോർ ഹർ. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ സന്തോഷിച്ചിരുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളായിരുന്നു ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന സമയങ്ങൾ. When I desired to go abroad for further studies, I was sure my grandma would be upset. I would be away for 5 years, and at her age one could never tell, but my grandmother could. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പഠനം എങ്ങോട്ട് മാറ്റി, വിദേശത്തേക്ക് മാറ്റാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിൽ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു പക്ഷേ ആരായിരിക്കും, എൻ്റെ മുത്തശ്ശിയായിരിക്കും. I would be away for 5 years. ഞാനങ്ങനെ 5 വർഷത്തോളം ഇതായിരുന്നു പുറത്ത് പോയി പഠിച്ചിരുന്നു. And at her age one could never tell, but my grandmother could. She was not even sentimental. She came to leave me at the railway station but did not talk or show any emotion. എന്നെ പോയാക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ എന്നെ എങ്ങോട്ട് വന്നിരുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയാക്കാൻ വേണ്ടി വന്നിരുന്നു. ഹർ ലിപ്സ് മൂവ്ഡ്. അവളൊന്നും പറഞ്ഞില്ല. അവർ ഷോ എനി ഇമോഷൻ. ഒരു വൈകാരികതയും അവളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. ഹർ ലിപ്സ് മൂവ്ഡ് ഇൻ പ്രയർ. അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ എന്തായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. ഹർ മൈൻഡ് വാസ് ലോസ്റ്റ് ഇൻ പ്രയർ. അവളുടെ മനസ്സ് മുഴുവൻ ആ പ്രാർത്ഥനയിലായിരുന്നു എനിക്ക് മനസ്സിലായി. ഹർ ഫിംഗേഴ്സ് വർ ബിസി ടെല്ലിങ് ദ ബീഡ്സ് ഓഫ് ഹർ റോസറി. ആ റോസറിയിലെ ആ ജപമാലയിലെ മുത്തുകൾ ഇങ്ങനെ നീക്കിക്കൊണ്ട് അവളുടെ കൈവിരലുകൾ വളരെയധികം തിരക്കുള്ളതായി കണ്ടു. സൈലൻ്റ്ലി ഷി കിസ്ഡ് മൈ ഫോർഹെഡ്. അവസാന നിമിഷം അവൾ എന്ത് ചെയ്തു, ഞാൻ യാത്രയാകുന്ന സമയത്ത് എൻ്റെ നെറ്റിത്തടത്തിൽ അവൾ ചുംബിച്ചു. ആൻഡ് when I left, I cherished the most imprint as perhaps the last sign of physical contact between us. ഞാനങ്ങനെ യാത്രയാകുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, എൻ്റെ മുത്തശ്ശൻ്റെ നെറുകയിൽ ചുംബിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, ചെറിഷ്ഡ് this will be the moist imprint as perhaps. ഒരു പക്ഷേ മോയിസ്റ്റ്, ആ നനവ് അല്ലേ, എൻ്റെ നെറ്റിത്തടത്തിൽ പതിഞ്ഞ നനവ്, ദ ലാസ്റ്റ് സൈൻ ഓഫ് ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഞാനും എൻ്റെ മുത്തശ്ശിയും തമ്മിലുള്ള അവസാന ഒരു ബന്ധമായിരിക്കും ഈ നെറ്റിത്തടത്തിലെ നനവ് എന്ന് ഞാൻ മനസ്സിലാക്കി, ബിറ്റ്വീൻ us. ബട്ട് ദാറ്റ് വാസ് നോട്ട് സോ. ആഫ്റ്റർ 5 years I came back home and was met by her at the station. പക്ഷേ ഞാൻ വിചാരിച്ചത് തിരിച്ചു വരുമ്പോൾ മുത്തശ്ശിയെ കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. തിരിച്ചു വന്ന് 5 വർഷം കഴിഞ്ഞ് വരുമ്പോഴും എന്നെ സ്വീകരിക്കാൻ അവരെവിടെ ഉണ്ടായിരുന്നു, ആ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. ഷീ ഡിഡ് നോട്ട് ലുക്ക് എ ഡേ ഓൾഡർ.
ഒരു വയസ്സ് പോലും കൂടാത്ത, ഒരു ദിവസം പോലും അധികരിക്കാത്ത ഒരു രൂപത്തിൽ എൻ്റെ മുമ്പിൽ ആര് നിൽക്കുന്നുണ്ട്? മുത്തശ്ശി നിൽക്കുന്നുണ്ട്. ഷീ സ്റ്റിൽ ഹാഡ് നോ ടൈം ഫോർ വേർഡ്സ് ആൻഡ് വൈൽ ഷീ ക്ലാപ്സ്ഡ് മീ ഇൻ ഹർ ആംസ് ഐ കുഡ് ഹിയർ റെസൈഡിങ് ഹർ പേഴ്സ്. എന്നെ വരിഞ്ഞു മുറുക്കുമ്പോഴും എന്നെ അണച്ചുകൂട്ടി പിടിക്കുമ്പോഴും അവളുടെ കൈകൾ ഞാൻ അമർന്നിരിക്കുമ്പോഴും അവളുടെ ചുണ്ടുകൾ എന്തായിരുന്നു? പ്രാർത്ഥനകളായിരുന്നു. ഈവൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ അറൈവൽ, എൻ്റെ വരവിൻ്റെ ആദ്യ ദിവസം എന്താണ്? ഹർ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് വർ വിത്ത് ഹർ സ്പാരോസ് ഹും ഷീ ഫെഡ് ലോങ്ങർ ആൻഡ് വിത്ത് ഫ്രിവലസ് ബ്യൂക്സ്. അവളുടെ ഏറ്റവും എൻ്റെ വരവിൻ്റെ ദിവസം പോലും എന്നെയല്ല അവർ ശ്രദ്ധിച്ചത്. എന്താണ്? അവൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലായിരുന്നു അവൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. In the evening a change came over her. She did not pray. She collected the women of the neighborhood, put an old drum and started to sing. ആ വൈകുന്നേരത്ത് ഒരു മാറ്റം അവളിൽ കാണാൻ സാധിച്ചു. എന്തായിരുന്നു? അവളന്ന് പ്രാർത്ഥിച്ചില്ല. അടുത്തുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൂട്ടി. നെയ്ബർഹുഡിലെ അയൽപക്കക്കാരെ എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൂട്ടി. ഗോട്ട് ആൻ ഓൾഡ് ഡ്രം ആൻഡ് സ്റ്റാർട്ടഡ് ടു സിംഗ്. അന്ന് അവൾ ഒരു ഓൾഡ് ഡ്രം ഉണ്ടായിരുന്നു. അതിൽ മുട്ടി പാടാൻ തുടങ്ങുകയാണ്. ഫോർ സെവറൽ അവേഴ്സ് ഷീ തംബ്ഡ് ദ സാഗിങ് സ്കിൻ ഓഫ് ദ dilapidated drum and sang of the homecoming of warriors. അന്ന് പാടിയ പാട്ടെന്തായിരുന്നു? എൻ്റെ വരവിനെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള ഹോം കമ്മിങ് ഓഫ് വാരിയേഴ്സ്, യോദ്ധാക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പാടുന്ന പാട്ടാണ് അതിൽ മുട്ടിക്കൊണ്ട് അവൾ പാടിയത്. The hard to persuade her to stop to avoid overstraining. That was the first time since I had known her that she did not pray. ഒരു പക്ഷേ അന്നായിരിക്കും ഞാൻ അവളെ കണ്ടുമുട്ടിയ ആ കാലം മുതൽ അന്നായിരിക്കും ആദ്യമായിട്ട് പ്രാർത്ഥിക്കാത്തൊരു ദിവസം അവളെ ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ മുത്തശ്ശിയെ കണ്ടതെങ്കിൽ അന്ന് പ്രാർത്ഥനയ്ക്ക് ഒഴിവാക്കിയിട്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടി പാട്ട് പാടുന്ന മുത്തശ്ശിയെ കണ്ടു. പക്ഷേ ഞങ്ങൾ പലപ്പോഴും അവളോട് നിർത്താൻ വേണ്ടി പറഞ്ഞു. കാരണം ഓവർ സ്ട്രെയിനിങ് എടുക്കുകയാണ് അല്ലേ, ഓവറായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തോന്നിയപ്പോൾ നിർത്താൻ വേണ്ടി ഞങ്ങൾ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ അവൾ പാട്ട് തുടരുകയാണ്. ദ നെക്സ്റ്റ് മോർണിംഗ് ഷി വാസ് ടേക്കൺ ഇൽ. പിറ്റേ ദിവസം അവൾ അസുഖം ബാധിച്ചു. ഇറ്റ് വാസ് എ മൈൽഡ് ഫീവർ ആൻഡ് ഡോക്ടർ ടോൾഡ് us that it would go. ഒരു ചെറിയ പനിയായിരുന്നു വന്നിരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതൊക്കെ അസുഖമാകാൻ സാധ്യതയുണ്ട്. ബട്ട് മൈ ഗ്രാൻഡ് മദർ തോട്ട് ഡിഫറെൻ്റ്ലി. പക്ഷെ മുത്തശ്ശി മറ്റൊന്നാണ് ചിന്തിച്ചത്. ഷീ ടോൾഡ് us that her end was near. അവൾ പറഞ്ഞു അവസാനം അടുത്തു വന്ന്. ഷീ said that since only a few hours before the close of the last chapter of her life had omitted. എന്താ പറഞ്ഞത്? Since only a few hours before the close of the last chapter, അവസാന അധ്യായത്തിൻ്റെ മുമ്പ്, അടക്കാൻ പോകുന്ന അവസാന അധ്യായത്തിൻ്റെ മുമ്പ്, ഹർ ലൈഫ്, അവളുടെ ജീവിതത്തിലെ അവസാന അധ്യായമാണ്. അടയാൻ പോകുന്നത് ജീവിതത്തിൻ്റെ അവസാന അധ്യായമാണ്, അവസാന മണിക്കൂറുകളാണ്. ഷി ഹാഡ് ഒമിറ്റഡ് ടു പ്രേ. ഷി വാസ് നോട്ട് ഗോയിങ് ടു വേസ്റ്റ് എനി മോർ ടൈം ടോക്കിംഗ് ടു അസ്. ഞങ്ങളോട് കൂടുതൽ സംസാരിക്കാനല്ല, അപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകാനാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. വി പ്രൊട്ടസ്റ്റഡ് ബട്ട് ഷീ ഇഗ്നോർഡ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ഷീ ലൈ പീസ്ഫുൾ ഇൻ ബെഡ് പ്രേയിങ് ആൻഡ് ടെല്ലിങ് ഹർ ബീഡ്സ്. അപ്പോഴും ബെഡിൽ കടന്നുകൊണ്ട് പ്രാർത്ഥന നാമം ജപിക്കുന്ന അമ്മയെയാണ്, മുത്തശ്ശിയാണ് ഞാൻ കണ്ടത്. ഈവൻ ബിഫോർ വി കുഡ് സസ്പെക്ട് ഹർ ലിപ്സ് സ്റ്റോപ്പ്ഡ് മൂവിങ് ആൻഡ് ദ റോസറി ഫെൽ ഫ്രം ഹർ ലൈഫ്ലെസ് ഫിംഗേഴ്സ്. അങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കെ സംശയിക്കുന്നതിന് മുമ്പ് തന്നെ അവളെന്ത് ചെയ്തു? ആളെ പ്രാർത്ഥന നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ചുണ്ടുകൾ പതിയെ അടഞ്ഞു. അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ചലനം പതിയെ നിന്നു. ആൻഡ് ദ റോസറി ഫെൽ ഫ്രം ഹർ ലൈഫ്ലെസ് ഫിംഗേഴ്സ്. ആ ജീവനറ്റ വിരലുകളിൽ നിന്ന് ആ ജപമാല പതുക്കെ താഴോട്ട് വീണു. എ പീസ്ഫുൾ pallor spread on her face and we knew that she was dead. ഒരു ശാന്തത അവളുടെ മുഖത്ത് വിടർന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായി അവൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു വന്നു. We lifted her off the bed and as is customary laid her on the ground and covered her with a red shroud. സാധാരണ ആചാരപ്രകാരം തന്നെ എന്ത് ചെയ്തു? ഞങ്ങൾ ബെഡിൽ നിന്ന് അവളെ പതുക്കെ എണീൽപ്പിച്ചിട്ട് ആചാരപ്രകാരം തന്നെ നിലത്ത് ഗ്രൗണ്ടിൽ കിടത്തുകയാണ്. എന്നിട്ട് ഒരു ചുവന്ന ഷൗഡ് കൊണ്ടൊരു മൂടുപടം കൊണ്ട് ഒരു തുണി കൊണ്ട് എന്ത് ചെയ്തു? മറച്ചു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഓഫ് മോർണിംഗ് വി ലെഫ്റ്റ് അലോൺ ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഹർ ഫ്യൂണറൽ. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഞങ്ങളുടെ വിലാപങ്ങൾക്ക് ശേഷം കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് വിലപിച്ച ശേഷം ഞങ്ങൾ അവരുടെ അവസാന ഫ്യൂണറൽ എന്ന് പറയാം, നമ്മുടെ ശവസംസ്കാര ചടങ്ങാണ്, അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ വേണ്ടി പതുക്കെ ഞങ്ങൾ അവരെ അവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ അതിൽ മുഴുകിയപ്പോൾ ഇൻ ദ ഈവനിങ് വി വെൻറ്റ് ടു ഹർ റൂം വിത്ത് എ ക്രൂഡ് സ്ട്രക്ചർ ടു ടേക്ക് ഹർ ടു ബി ക്രിമേറ്റഡ്. ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു വലിയ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട്
അതിൽ കിടത്താൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ ആളിൽ കിടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ദ സൺ വാസ് സെറ്റിംഗ് ആൻഡ് ഹാഡ് ലിറ്റ് എ റൂം ആൻഡ് വരാന്ത വിത്ത് എ ബ്ലേസ് ഓഫ് ഗോൾഡൻ ലൈറ്റ്. ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ സമയമായിട്ടുണ്ട്. ചുവന്ന പ്രകാശം കൊണ്ട് ആ റൂമൊക്കെ മുഖരിതമായിരുന്നു. വി സ്റ്റോപ്ഡ് ഹാഫ് എവേ ഇൻ ദ കോർട്ട് യാർഡ്. ഏകദേശം പാതി എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഓൾ ഓവർ ദ വരാന്ത ആൻഡ് ഇൻ ഹർ റൂം റൈറ്റ് അപ്പ് ടു ഷീ ലൈ ഡെഡ് ആൻഡ് സ്റ്റിഫ് റാപ്ഡ് ഇൻ ദ റെഡ് ഷ്രൗഡ് തൗസൻഡ്സ് ഓഫ് സ്പാരോസ് സാറ്റ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞങ്ങൾ ആ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എന്തായിരുന്നത്? വേർ ഷീ ലൈ ഡെഡ്, അവൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തുള്ള വരാന്തയിൽ സ്റ്റിഫ് റാപ്ഡ് ഇൻ ദ റെഡ് ഷ്രൗഡ് തൗസൻഡ്സ് ഓഫ് സ്പാരോസ്. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആയിരക്കണക്കിന് കുരുവികൾ അവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. സ്കാറ്റേർഡ്, ഇങ്ങനെ ചെതറിക്കിടക്കുന്നത്, അതായത് പല ഭാഗത്തുമായിട്ട് നിൽക്കുന്ന ആ ഫ്ലോറിൽ നിൽക്കുന്ന കുരുവികളെ ഞങ്ങൾ കണ്ടു. ദർ വാസ് നോ ചിറപ്പിംഗ്. എന്നും അമ്മൂമ്മയെ കാണുമ്പോൾ ശബ്ദമുണ്ടാക്കി കരഞ്ഞിരുന്ന കുരുവികൾ അപ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു. വി ഫെൽ സോറി ഫോർ ദ ബേർഡ്സ് ആൻഡ് മൈ മദർ ഫെച്ച് സം ബ്രെഡ് ഫോർ ദം. അപ്പോൾ അമ്മ വിചാരിച്ചു മുത്തശ്ശി കൊടുക്കുന്ന സമയമാണ്, മുത്തശ്ശി തീറ്റ കൊടുക്കുന്ന സമയമാണ്, അപ്പോൾ തീറ്റ കിട്ടാൻ വന്നിരിക്കുന്ന പക്ഷികളാണെന്ന് വിചാരിച്ചിട്ട് അമ്മ അടുക്കളയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് അവിടെ വിതറി. ഷീ ബ്രോക്ക് ഇറ്റ് ടു ലിറ്റിൽ ക്രംസ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ട് അവൾക്ക് എറിഞ്ഞു കൊടുത്തു. അമ്മ എറിഞ്ഞു കൊടുത്തു. ദ വേ മൈ ഗ്രാൻഡ് മദർ യൂസ് ടു. എങ്ങനെയാണോ അമ്മൂമ്മ എറിഞ്ഞു കൊടുക്കാറ് അതേ രൂപത്തിൽ അമ്മ ആ പക്ഷികൾക്ക് വേണ്ടി, ആ കുരുവികൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു. ദ സ്പാരോസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ദ ബ്രെഡ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നതാണ്. എന്നും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിരുന്ന പക്ഷികൾ അമ്മ എറിഞ്ഞു കൊടുത്തപ്പോൾ അവർ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, അതിലേക്ക് തീരെ ശ്രദ്ധിക്കാതെ, തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു എന്നുള്ള. വെൻ വി ക്യാരിഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് കോപ്സ് ഓഫ്. അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മയുടെ ആ കോപ്സ് ജഡമാണ്, ശവമാണ്. ആ ശവം ഞങ്ങൾ എടുത്തു കൊണ്ടുപോയപ്പോൾ ദേ ഫ്ലൂ അവേ ക്വയറ്റ്ലി. വളരെ ശാന്തമായി, ശബ്ദം ഉണ്ടാക്കാതെ അവ അവിടെ നിന്ന് പറന്നുപോയി. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസവും ദ സ്വീപ്പർ സ്വെപ്റ്റ് ദ ബ്രെഡ് ക്രംസ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻ. പിറ്റേ ദിവസം പക്ഷേ അന്നവർ ഭക്ഷണം കഴിച്ചില്ലെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം സംഭവിച്ചു, ആ വീട്ടിലെ തൂപ്പുകാരൻ അവ എല്ലാം അടിച്ചു വാരിയിട്ട് എന്ത് ചെയ്യാണ്, ക്രംസ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻ, ആ ഡസ്റ്റ്ബിനിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്നേഹം കൊടുത്ത അമ്മൂമ്മയ്ക്ക് അവസാനം സ്നേഹവായ്പയോടു കൂടിയുള്ള യാത്രയപ്പ് നൽകുകയാണ് ആ കുരുവികൾ ചെയ്തത്, അല്ലേ? അന്നവ ഭക്ഷണം കഴിക്കാതെ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അമ്മൂമ്മയുടെ വേർപാടിനോട് അവ എന്ത് ചെയ്തു എന്നുള്ളതാണ്, ആദരവ് കാണിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്നേഹം കൊടുത്ത ജീവികൾ തിരിച്ച് സ്നേഹം തരുമെന്നുള്ള ഒരു വലിയ പാഠമാണ് ഖുശ്വന്ത് സിംഗ് തൻ്റെ അമ്മൂമ്മയുടെ കഥയിലൂടെ നമുക്ക് പകർന്നു തന്നത്. ഈ ക്ലാസ് തന്നോട് സ്റ്റോപ്പ് ചെയ്യാം. ഏതായാലും ഒന്നുകൂടി കേൾക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.